നേരെ ജീപ്പിലോട്ട് കമിത്തി കിടത്തുകയാണ് ചെയ്യുന്നത്. ജീപ്പില് കമിത്തി നമ്മുടെ പുറകുവശത്ത് കമിത്തി കിടത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ നിലത്ത് പ്ലാറ്റ്ഫോമിലേക്ക്. പിന്നെ ഇവര് കൂടെ നേരെ കയറി വരുന്നു. ഇവര് ഇരിക്കുന്നു. ഇരുന്ന ഭാഗത്ത് നിന്ന് ഇവർക്ക് ചവിട്ടാൻ, അതായത് ബൂട്ടിട്ട് ചവിട്ടാന്ന് വെച്ചാൽ നമ്മളെ ജീപ്പിന്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മളെ സ്റ്റെപ്പിന്റെ അങ്ങോട്ടേക്ക് വരുമല്ലോ, ആ സൈഡിലേക്ക് ഒരു ബൂട്ടിട്ട് ചവിട്ടുവാണ്. അതിൽ ലാത്തി ഉപയോഗിക്കുവാണ്. അപ്പൊ നമ്മൾ ഈ അതായത് പുറത്ത് മൊത്തം താങ്കളുടെ പോലീസ് ബൂട്ടിട്ട് ചവിട്ടുവാണ്. അതോടൊപ്പം ലാത്തി വെച്ച് കുത്തുവാണ്. പുറത്തിട്ട് കുത്തുവാണ്. ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് പോലീസുകാരൻ ഈ ബെഡിനോട് ചേർത്ത് വെച്ചിട്ട് പിടിച്ചു വെച്ചിരിക്കുവാണ്. ഏകദേശം 9 ദിവസം അവിടെ കുന്നംകുളത്തുള്ള റോയൽ ഹോസ്പിറ്റലായിരുന്നു. എക്സ്റേ എടുത്തപ്പോഴും ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടു. ഒരു 5 അടി അല്ലെ 10 അടിയിൽ അധികം നടക്കാൻ പറ്റില്ല. നടക്കുന്ന സമയത്ത് തലകറങ്ങി വീഴും. ഇതായിരുന്നു അവസ്ഥ. ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല. എല്ലാം ഛർദിക്കും. കാറ്റടിക്കുന്ന ഒരു ചെറിയ കാറ്റ് പോലും, ഫാൻ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. അതും ഏറ്റവും മിനിമം സ്പീഡ് പോലും പറ്റില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഈ വയറിനേറ്റ അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇയർ ബാലൻസ് അടക്കം എല്ലാം നഷ്ടപ്പെട്ടു. നമസ്കാരം. സംസ്ഥാനത്ത് പോലീസിന്റെ ക്രൂരതകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാധ്യമങ്ങൾ നിറയെ. 2014 അന്ന് ABVP നേതാവായിരിക്കുന്ന സമയത്ത് പോലീസിന്റെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഇന്നത്തെ യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിജിൽ കെ ആണ് നമുക്കൊപ്പം ചേരുന്നത്. ഷിജിൽ, നമസ്കാരം. 2014 ജനുവരി 9 താങ്കളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. അന്നത്തെ ദിവസത്തെക്കുറിച്ച് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ താങ്കളുമായി സംസാരിക്കണം, അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നേരിട്ട് തന്നെ അറിയണമെന്ന് അന്ന് ആ സമയത്ത് തന്നെ വിചാരിച്ചതാണ്. എങ്ങനെയായിരുന്നു ആ ഒരു പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാകേണ്ട വന്ന സാഹചര്യം എന്തായിരുന്നു? 2014 ABVPയുടെ ചുമതലയുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന സമയമായിരുന്നു. പൂർണ്ണ സമയ പ്രവർത്തകൻ, ഫുൾ ടൈമേഴ്സ് എന്ന് പറഞ്ഞൊരു സംവിധാനം ABVPക്ക് ഉള്ളത് കൊണ്ട് ആ സമയത്ത് അവിടെയായിരുന്നു ചുമതല. നമ്മുടെ കലോത്സവങ്ങൾ നടക്കുന്ന സമയമായിരുന്നു. തൊട്ട് തലേ ദിവസം മുതൽ ഗുരുവായൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിൽ സംസ്കൃതോത്സവത്തെ അപമാനിച്ചു, അവഹേളിച്ചു, അതിന്റെ ടൈം, അങ്ങനെയുള്ള കുറെ കാര്യത്തിൽ സംസ്കൃത ഭാഷയെ തന്നെ അവഹേളിക്കുന്ന ഒരു നടപടി അവിടെ ഉണ്ടായിരുന്നു. അതിൽ ABVPയുടെ ജില്ലയുടെ ചുമതലപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ പ്രതിഷേധം, അങ്ങനെയുള്ള ചില വായ്മൂടി കെട്ടി പ്രതിഷേധം നടത്താൻ അന്ന് ഏകദേശം ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് അവിടെ ചെന്നു. ഒരു വായ്മൂടി കെട്ടി പ്രതിഷേധം നടത്തി. അവിടുത്തെ ഗുരുവായൂർ CI അവരെ അറസ്റ്റ് ചെയ്തു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയടക്കമുള്ള ആൾക്കാരുണ്ട്, വിദ്യാർത്ഥികളടക്കം. അറസ്റ്റ് ചെയ്തു. നേരെ പോലീസ് ഗുരുവായൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അതറിഞ്ഞ സമയത്ത് നമ്മുടെ ABVPയുടെ ജില്ലയുടെ ചുമതലപ്പെട്ട മറ്റ് ലീഡേഴ്സ് പോലീസിനെ ബന്ധപ്പെട്ട സമയത്ത് അവർ പറഞ്ഞു വൈകിട്ട് 4 മണിക്ക് കുട്ടികളെല്ലാവരും വിടാം, വേറെ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ പോലീസ് അറിയിച്ചു. ഏകദേശം ഒരു 1:30 ആയ സമയത്ത് ABVPയുടെ ജില്ലാ കമ്മിറ്റി അംഗം ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ഇവർക്ക് ഉച്ചഭക്ഷണത്തിനുള്ള ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ ചെന്നതായിരുന്നു. ആ സമയത്ത് പോലീസുകാരൻ, ഇത് നിന്റെ തറവാട്ട് വകയല്ല ക്രിമിനൽസിന് ഭക്ഷണം കൊടുക്കാൻ എന്നുള്ള പ്രകോപനം. ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരാണ് പറയുന്നത്. ഇവർ ആരാണ് എന്നുള്ളത് കാര്യത്തിൽ നമുക്ക് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. സാധാരണ CPOമാരാണ് സംസാരിക്കുന്നത്. ഇത് കഴിഞ്ഞു. അത് അദ്ദേഹം നമ്മുടെ ജില്ലയുടെ ആൾക്കാരെ അറിയിച്ചു. ഏകദേശം വീണ്ടും നമ്മൾ CIയെ ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു പ്രശ്നമില്ല, വൈകിട്ട് 4 മണിക്ക് വിടാം, അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഏകദേശം 5 മണിയായിട്ടും 4 മണിക്ക് വിട്ടില്ല. 5 മണിയായിട്ടും ഇവരെ വിടുന്നില്ല. അപ്പോഴാണ് തൃശ്ശൂരിൽ നിന്നും നമ്മൾ ABVPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള KS സനൂപേട്ടനെ ചിലപ്പോൾ അറിയാൻ പറ്റും. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ SFI അല്ലാത്ത ABVPയുടെ ആദ്യത്തെ യൂണിയൻ ചെയർമാനാണ്. യൂണിയൻ ചെയർമാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം പരീക്ഷ ഹോളിലിരിക്കുന്ന സമയത്താണ് SFIക്കാർ ആക്രമിച്ച് അദ്ദേഹത്തിന്റെ ഇടത് കണ്ണ്, അത് വെപ്പ് കണ്ണാണ്, കണ്ണ് ഇല്ല, കാലിൽ സ്റ്റീലിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് സനൂപേട്ടൻ. അത്യാവശ്യം ആ ഭാഗത്തുള്ള ആൾക്കാർ, പോലീസ് അടക്കമുള്ള എല്ലാ സമൂഹത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും സനൂപേട്ടൻ അറിയുന്നതാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ സജിത്ത്, അദ്ദേഹം LLB കഴിഞ്ഞു, ABVPയുടെ ജില്ലാ കൺവീനറാണ്. അന്ന് ജില്ലാ കൺവീനർ എന്ന പോസ്റ്റാണ് ABVPക്ക് ഉള്ളത്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ആ സ്റ്റേഷനിലേക്ക് പോകുന്നത്. സ്റ്റേഷനിൽ ചെന്ന സമയത്ത് 5 മണിക്കാണ് സ്റ്റേഷനിൽ ചെന്ന സമയത്ത് ഏകദേശം 10 പേരകത്ത് അവിടെ ഉണ്ട്. സെല്ലിന് മുന്നിലായിട്ട് ഈ 10 പേര് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പോലീസിനോട് സംസാരിച്ചു. അപ്പൊ ആള് പറഞ്ഞു ഇപ്പൊ വിടാൻ പറ്റില്ല, രാത്രി 12 മണി. അല്ല, SIയും CIയും ആ സമയത്ത് സ്റ്റേഷനിലില്ല. CPO, റൈറ്റർ അവരൊക്കെയാണ് അവിടെ ഉള്ളത്.
ചില സ്റ്റേഷനിൽ പോലീസ് CI SI എല്ലാവരും ഭരിക്കുക, ചില കാക്കിയിട്ട് ബാക്കി പാർട്ടി ആൾക്കാരാണല്ലോ ഭരിക്കുക. അപ്പൊ അവർ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു സ്വഭാവം വെച്ച് അവർ പറഞ്ഞു 12 മണിക്ക് ശേഷം കലോത്സവം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിട്ടയക്കാൻ പറ്റുള്ളൂ എന്നാണ് SI പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുമല്ലോ ചെറിയ കുട്ടികളാണ്, അവർ വിട്ടയക്കണം, ആ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞ സനുപെണ്ണാണ്. സനുപെണ്ണോട് എന്തോ മുൻവൈരാഗ്യമാണോ എന്താണെന്ന് അറിയില്ല, കാക്കി ഉള്ളിലെ പാർട്ടിക്കാരനാണോ എന്താ വന്നതെന്ന് അറിയില്ല. സനുപെണ്ണ അയാൾ മുഖത്തേക്ക് പിടിച്ച് തള്ളുകയാണ് സനുപെണ്ണെ. അപ്പൊ ഈ വെപ്പ് കണ്ണ് നമ്മൾ ശരിക്കും കാണുവാണ് എല്ലാ ആൾക്കാരും, ഈ കുട്ടികള്, പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ, അവിടെ വന്ന എല്ലാ ആൾക്കാരും കാണുന്നുണ്ട്. സനുപെണ്ണെ പിടിച്ച് തള്ളിയ സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ മുഖം ചേർത്ത് തള്ളുമല്ലോ, ആ തള്ളുന്ന സമയത്ത് നേരെ വെപ്പ് കണ്ണ് പുറത്തേക്ക് വന്നു. ഒരാൾ കണ്ണെല്ലാ ദിവസവും ഇങ്ങനെ എടുത്തു മാറ്റാൻ പറ്റുന്ന ഇതാണ്. അപ്പൊ കണ്ണ് പുറത്തേക്ക് വന്നു. സനുപെണ്ണ ഒരു പോലീസുകാരൻ ഒരു പ്രകോപനവും ഇല്ല. ഏതെങ്കിലും ഇപ്പൊ നമ്മളും സാധാരണ പോലീസ് സ്റ്റേഷൻ മാർച്ചോ അല്ല മറ്റു മാർച്ചുകളിലും ഒക്കെ പോലീസിനെ കാണുന്നതാണല്ലോ, ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇതങ്ങനെ ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ല. പോലീസിന് അവരുടെ ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. അപ്പൊ സനുപെണ്ണ തള്ളിയപ്പോ നേരെ പുറകിലോട്ടാണ് ആള് ഡോറിലേക്ക് വന്ന് ഇടിച്ചു. ആളുടെ കാലിന് സ്റ്റീലിട്ടതാണ്, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം നമ്മുടെ കൂടെയുള്ള സജിത്ത് എന്ന് പറഞ്ഞ അദ്ദേഹം പോലീസിനോട് പറഞ്ഞു അദ്ദേഹത്തിന് ഇങ്ങനെ പ്രശ്നമുള്ള ആളാണ്, കണ്ണിന് പോലീസും കാണുന്നുണ്ട് കണ്ണ് പുറത്തേക്ക് വന്നത്, കാലിനും പ്രശ്നമുള്ള ആളാണ് എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷെ പോലീസ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലെ പോലീസുകാരൻ നേരെ വന്ന് സനുപെണ്ണിന്റെ കാലിലേക്കാണ് അയാളെ ബൂട്ട് വെച്ച് ചവിട്ടുന്നത്. റെനിൻ രാജ് എന്നുള്ള പോലീസുകാരൻ നേരെ വന്ന് സനുപെണ്ണിനെ ചവിട്ടുവാണ്. അതായത് ഈ സ്റ്റീലിട്ട കാലിന്റെ കാലിന്റെ മുകളിലേക്കാണ് ചവിട്ടുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും സനുപെണ്ണിനെ ചവിട്ടി സനുപെണ്ണിനെ പുറകിലോട്ടാക്കി. അപ്പോൾ നമ്മളെ നേരെ സ്റ്റേഷനിൽ പുറത്തേക്ക് പോലീസുകാർ തള്ളി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ തള്ളി മാറ്റി. അപ്പൊ സനുപെണ്ണിനെ ഈ ചവിട്ടുന്ന രംഗവും കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും എന്നോട് പുറത്തേക്ക് പോയി മറ്റുള്ളവരെ, അതായത് മുതിർന്ന ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ പതുക്കെ, കാരണം രണ്ടുപേരും അവിടെ ഉണ്ട്, ഞാൻ പുറത്തു പോയി ഫോൺ വിളിച്ചാല് മുതിർന്ന ആൾക്കാരെ അറിയിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പതുക്കെ അവിടുന്ന് ഫോൺ ചെയ്ത് അമ്പലത്തിന്റെ ഭാഗത്തോട്ടാ പോയെ, ഗുരുവായൂർ അമ്പലത്തിന്റെ ഭാഗത്ത്, കൃഷ്ണനാണല്ലോ എല്ലാം, അപ്പൊ ആ ഭാഗത്തേക്ക് പോയി. പിന്നെ സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് പിന്നീടാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഫോൺ ചെയ്തു, അവിടുത്തെ BJPയുടെ ചുമതലപ്പെട്ട, സംഘത്തിന്റെ ചുമതലപ്പെട്ട ഇങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ വിളിച്ചു. ഒരു 3 കോളൊക്കെ ഏകദേശം 3-4 കോൾ ഏകദേശം ചെയ്തിട്ടുണ്ടാവും. ഈ ചെയ്യുന്ന സമയത്ത് ഒരാൾ മഫ്റ്റിയിൽ വന്ന ഒരാള് നേരെ വന്നു. പോലീസുകാരനാണ്, നമുക്ക് നോട്ടത്തിൽ മനസ്സിലാവുമല്ലോ. അയാൾ വന്ന് നേരെ കയ്യിൽ പിടിച്ചു, നേരെ തൊട്ടടുത്തുള്ള ജീപ്പിലോട്ട് കയറി, ജീപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ ജീപ്പിന്റെ മുൻഭാഗത്തിരുന്ന ആള് നേരെ വന്നു ആദ്യം മുഖത്തടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അപ്രതീക്ഷിതമാണ്. ഇല്ല, അവിടെ വെച്ച് തന്നെ അടിച്ചു. ഇത് സ്റ്റേഷൻ ഏകദേശം ഒരു 150 മീറ്റർ 200 മീറ്റർ ഏകദേശം അത്രയും ഉണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പൊ അടിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ബാക്കി ഈ ഏകദേശം ഒരു 4 പോലീസുകാർ, ഡ്രൈവർ അല്ലാതെ 4 പോലീസുകാർ അതിലുണ്ട്. 4 പേരാണ് അവർ കൂട്ടമായിട്ട് വന്നത്. പിന്നെ അവര് കൈമടക്കിയിട്ട് കുടിച്ചു കിടത്തിയിട്ട് മുതുകിനിട്ടടിക്കുവാണ്. സ്വാഭാവികമായിട്ടും അമ്പലത്തിന് മുന്നിൽ വെച്ചാണ്, അമ്പലത്തിന്റെ ഒരു നടയുടെ സൈഡിലാണിത്. അത് കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് സ്റ്റേഷനിലേക്ക്? ഇല്ല, അവിടുന്ന് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയില്ല. നേരെ ജീപ്പിന്റെ അടുത്ത്, അതായത് ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് ആദ്യം പോലീസുകാർ ഇറങ്ങി വന്നത്. ആ ഭാഗത്തു നിന്നാണ് ആദ്യം അടിച്ചത്. പിന്നെ നേരെ ജീപ്പിന് പുറകിലേക്ക് കൊണ്ടുവന്നു, ജീപ്പിലോട്ട് കയറാൻ. നമ്മൾ വിചാരിക്കുന്ന ഒരു അടിയൊക്കെ അടിച്ച് ഒരു ജീപ്പിലോട്ട് കയറ്റും എന്നല്ലേ. പക്ഷെ ഇവര് കുടിച്ചു കിടത്തി ഇവിടെ പിന്നെ ഇടിക്കുവാണ്. അത് കഴിഞ്ഞ് ഇതിലൊരു പോലീസുകാരൻ മണിഭാഗത്ത് പിടിക്കുവാണ്. ആ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, കാരണം നമ്മൾ എന്തെങ്കിലും കൊലപാതകം ചെയ്ത ആൾക്കാരാണെങ്കിൽ ഓക്കെ, ഇതൊന്നുമില്ല. നമ്മൾ ആകെ ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനമാണ്, സംഘടനാ പ്രവർത്തനമാണ്, പൊതുപ്രവർത്തനമാണ് ചെയ്തത്. ഇതിനിടയിലാണ് വന്നിട്ട് ഇത്രയും ക്രൂരമായി പോലീസ് പെരുമാറുന്നത്. അപ്രതീക്ഷിതമാണ്. എന്നിട്ട് അവിടെ നേരെ പിന്നെ വണ്ടിയിലൊക്കെ നേരെ ജീപ്പിലോട്ട് കമിത്തി കിടത്തുകയാണ് ചെയ്യുന്നത്. ജീപ്പില് കമിത്തി പുറകുവശത്ത് കമിത്തി കിടത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ നിലത്ത് പ്ലാറ്റ്ഫോമിലേക്ക്. പിന്നെ ഇവര് കൂടെ നേരെ കയറി വരുന്നു. ഇവരിയ്ക്കുന്നു. ഇരുന്ന ഭാഗത്ത് നിന്ന് ഇവർക്ക് ചവിട്ടാൻ, അതായത് ബൂട്ടിട്ട് ചവിട്ടാന്ന് വെച്ചാൽ നമ്മളെ ജീപ്പിന്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മളെ സ്റ്റെപ്പിന്റെ അങ്ങോട്ടേക്ക് വരുമല്ലോ, ആ സൈഡിലേക്ക് ഒരു ബൂട്ടിട്ട് ചവിട്ടുവാണ്. അതിൽ ലാത്തി ഉപയോഗിക്കുവാണ്. അപ്പൊ നമ്മൾ ഈ, അതായത് പുറത്ത് മൊത്തം താങ്കളുടെ പോലീസ് ബൂട്ടിട്ട് ചവിട്ടുവാണ്. അതോടൊപ്പം ലാത്തി വെച്ച് കുത്തുവാണ്.
പുറത്തിട്ട് പുറത്തിട്ട് കുത്തുവാണ്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് കാണുമ്പോൾ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഡ്രൈവർ ഇല്ലേ, അതായത് നമ്മൾ ഒന്ന് തല ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കൊന്ന് മറ്റേ റെസ്റ്റ് ആകുന്ന സമയത്ത് പ്രതികരിക്കുന്നുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കൈ ലോക്ക് ചെയ്തിട്ടുണ്ടോ? ലോക്കല്ല, കൈ മറ്റേ ഈ മുന്നിലത്തെ സീറ്റിന് കണക്കായിട്ട് ആണ് മറ്റേ കൈ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് തലയുയർത്തി നോക്കുമ്പോൾ ഈ മുന്നിലിരിക്കുന്ന ഡ്രൈവർ അടക്കം കുത്തുവാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അവിടെ നേരെ നമ്മൾ സ്റ്റേഷനിലോട്ടാണ് ഇവര് ഏകദേശം ഒരു 20-30 മിനിറ്റ് അവിടെ കിട്ടും. ആ മരപ്രഭുവൊക്കെ ഉള്ള ഭാഗം അത് 20. അതായത് ആ കൂടി ഇവിടുന്ന് താങ്കൾ പിടിച്ച സ്ഥലത്ത് നിന്ന് ഈ സ്റ്റേഷനിലേക്ക് 10-200 മീറ്റർ അത്രേ ഉള്ളൂ. പക്ഷെ അവിടെ ഇട്ടിട്ട് തന്നെയാണ് വണ്ടി അവിടെ ഒന്ന് വളച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വണ്ടിയിൽ നിന്ന് പുറത്തിറക്കാതെ വണ്ടിയിലിട്ട് തന്നെ. അതെ, ഈ അവിടെ ഉള്ള ആളുകളുടെ വിചാരം ഏതോ കള്ളനാണ് എന്നുള്ള, നാട്ടുകാർ അങ്ങനെയാണല്ലോ, അല്ലെ കടക്കാരൊക്കെ അങ്ങനെയാണല്ലോ വിചാരിക്കുന്നുണ്ടാവും, നമുക്കും അറിയില്ലല്ലോ. അവിടുന്ന് നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നു. സ്റ്റേഷനിൽ കൊണ്ടുവന്നത് നമുക്ക് ഓർമ്മയുണ്ട്. സ്റ്റേഷനിൽ കൊണ്ടുവന്ന സമയത്ത് ഈ സജിത്ത് എന്ന് പറഞ്ഞ ആളെ മൊത്തത്തിൽ വിയർത്ത് കുളിച്ചിട്ട് ആള് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലായി അവർക്കും അടി കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. സ്റ്റേഷനിൽ കൊണ്ടുവന്നു. സനു പെണ്ണ തൊട്ട അടുത്ത സൈഡിലായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ആ മാനസികാവസ്ഥയിൽ ഇവരൊന്നും നോക്കാനുള്ള ഒരു ഇത് പറ്റിയില്ല. ആകെ സജിത്താന്റെ മുന്നിൽ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ കുട്ടികളൊക്കെ എല്ലാവരും എന്താ ഒരു പേടിച്ച് നിൽക്കുന്ന പോലെ ഉള്ള അവസ്ഥയായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ വന്നു. ഒരു വേറെ പോലീസുകാരൻ, അതുവരെ നമ്മൾ കാണാത്ത കൊണ്ടുവരുന്ന താങ്കളുടെ അവസ്ഥ എന്തായിരുന്നു? ഈ മർദ്ദനമേറ്റിട്ടുള്ള മർദ്ദനമേറ്റെന്ന് വെച്ചാൽ നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. സ്റ്റേഷനിൽ എത്തിയ ഉടനെ തന്നെ ആ ലോക്കപ്പിന്റെ അങ്ങോട്ടേക്ക് ഇവരുടെ സജിത്താന്റെ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ തലകറങ്ങി അവിടെ ബോധം കെട്ട് വീണു. ബോധം കെട്ട് വീണ അപ്പൊ നമ്മളും വിചാരിക്കും ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ പോലീസ് ഒന്നും നമുക്കും അറിയില്ലല്ലോ. പിന്നെയാണ് നമ്മളെ തലയിൽ നമുക്കിതൊരു ഈ വേദനിക്കുന്നു. അപ്പൊ ഇയാള് തലക്ക് ചവിട്ടുവാണ് കൂട്ടിട്ട് വെച്ച്. പോലീസുകാരൻ ആരാണ് ആ സമയത്ത് കണ്ടാലറിയുന്ന പോലീസുകാരൻ മാത്രമേ, കാരണം ഒരു അബോധാവസ്ഥയുള്ള സമയമാണല്ലോ. ഇത് കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിന്റെ ഒരു ഇത് വന്നു മുഖത്ത്. അപ്പൊ നമ്മൾ ചോദിച്ചു വെള്ളം എന്തോ ബക്കറ്റിൽ എടുത്ത് ഒഴിച്ചത്, തുപ്പിയതാ കാർക്കിച്ച് പോലീസുകാരൻ. പിന്നെയാണ് വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് നേരെ ബോധം തെളിയാൻ വേണ്ടിയിട്ട്. അപ്പം ബോധം എന്നിട്ട് എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നേരെ തൊട്ടടുത്തുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ദേവസ്വം ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടർ ഡ്രിപ്പ് ഇട്ട് ഒരു ഏകദേശം ഒരു 3/4 ഭാഗം ഡ്രിപ്പായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ പാതി ബോധത്തിലായതുകൊണ്ട് കേൾക്കുന്ന എന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം പോലീസുകാരന്റെ, അതായത് ഒരാളുടെ ആണുങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു പോലീസുകാരൻ എന്റെ ഈ കഴുത്തിന് നേരെ ചേർത്ത് പിടിക്കുവാണ് അത് ബെഡിലേക്ക്. അപ്പൊ ഈ ചേച്ചി ഈ അമ്മാരാന്ന് എനിക്ക് എന്തായാലും പെട്ടെന്ന് ആ സമയത്ത് മനസ്സിലായില്ല. രമാ രഘുനന്ദൻ എന്ന് പറഞ്ഞ് പിന്നീട് നേരത്തേക്ക് മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന രമ ചേച്ചിയും അവരുടെ ഭർത്താവ് രഘുവേട്ടനും ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവരെന്റെ മകനാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് ഇവരോട് പറയുകയാണ് പോലീസുകാരോട്. പക്ഷെ എന്നിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് പോലീസുകാരൻ ഈ ബെഡിനോട് ചേർത്ത് വെച്ചിട്ട് വെച്ചിരിക്കുകയാണ്, പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഡോക്ടറും വന്നു. അപ്പൊ ഡോക്ടർ ഇവരോട് പറയാണ് ഇവനെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, കുറച്ച് മോശമാണ് അവസ്ഥ, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. അപ്പൊ ഇയാൾ നേരെ പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് പോലീസ് അവിടുന്ന് നമ്മളെ വലിച്ച് ഡ്രിപ്പിന്റെ, അതായത് ഈ നീഡിൽ ഊരിയിട്ടില്ല, നീഡിൽ കയ്യിലുണ്ട്, ഊരിയിട്ടില്ല. ഡ്രിപ്പിന്റെ ഈ എന്താ പറയാ, മനസ്സിലായി. അത് മാത്രം, ഡ്രിപ്പ് മാത്രം ഊരി, പക്ഷെ ഡ്രിപ്പിന്റെ നീഡിലൊക്കെ കയ്യിലുണ്ട്. എന്നിട്ട് അവിടുന്ന് നമ്മളെ വലിച്ച് ജീപ്പിലോട്ട് കയറ്റി. പിന്നെ ഇവിടെ താങ്കളുടെ അവസ്ഥ എന്താണ്? ബോധം ഉണ്ടോ? ഇല്ല, പാതി മയക്കത്തിലാണ്. ഏകദേശം നടക്കുന്നുണ്ടോ? അതെ, ഇത് മാത്രം എടുത്തോണ്ട് പോകണോ അല്ലെങ്കിൽ നടത്തിക്കോ? ഇല്ല, അവര് വലിച്ചു വെച്ചിട്ടാണ് ആദ്യം കൊണ്ടുപോയത് ജീപ്പിലേക്ക്. വീൽ ചെയർ പോലും തരാൻ പറ്റില്ല, ഒന്നുമില്ല. ഒരു ഏകദേശം ഒരു 10-15 മീറ്റർ ഉണ്ടാവും. അത്രയും ദൂരത്ത് ഇവര് ആ ബെഡിൽ നിന്ന് എടുത്ത് നേരെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പൊ രമേശിന്റെ ഗോഡിനും കൂടെ അവിടുന്ന് ബഹളം വെച്ചപ്പോഴാണ് പോലീസുകാരൻ ഒരാൾ സൈഡിൽ നിന്ന് പിടിച്ചു. പിന്നെ നമ്മളൊരു ചേട്ടൻ ആ സമയത്ത് വന്നതും അദ്ദേഹവും ചേർത്ത് പിടിച്ചിട്ടാണ് പിന്നെ ജീപ്പിലോട്ട് കയറ്റുന്നത്. അത് ഇവര് ബഹളം വെച്ചത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ഈ ഡോക്ടർ വിചാരവും പോലീസ് കൊണ്ടുപോകുന്ന മെഡിക്കൽ കോളേജിലേക്കാണ്. അപ്പൊ രമേശി അവിടുന്ന് പറയുന്നുണ്ട്,
ആംബുലൻസ് വിട്ടുതരാം, അല്ലെ ആംബുലൻസിന്റെ കാര്യം ഞങ്ങൾ സംസാരിക്കാം, ആംബുലൻസ് കൊണ്ടുപോകാന്ന്. നേരെ കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ച്. എന്നിട്ട് പിന്നെ ഒരു 2 മണിക്കൂറൊക്കെ നമുക്ക് ആ ഒരു പാതി ബോധത്തിലായിരുന്നു. അവിടെ ഇരിക്കാനാണോ കിടക്കാനാണോ? പോലീസ് സ്റ്റേഷനിൽ തറയിലിരുത്തി. ആ, പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എന്നെ വിട്ടില്ല. എന്നെ സെപ്പറേറ്റ് ഇരുത്തി, അവരെ വേറെ ഇരുത്തി രാത്രി. പിന്നെ ഇത് ഏകദേശം ഒരു 6 മണിക്കാണ് പോലീസ് അതിൽ ആദ്യം പിടിക്കുന്നത്. ഇഷ്യൂ ഉണ്ടാവും. 5 മണിക്ക് സ്റ്റേഷനിൽ ചെന്നു, 6 മണിക്ക് പോലീസുമായിട്ട് പ്രശ്നം, അവർ ഇഷ്യൂ ഉണ്ടായി. ഏകദേശം 12:35 ഇവർ, അതിനു മുന്നേ 12 കാലൊക്കെ ആയപ്പോൾ അവിടെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടുത്തെ ഡോക്ടർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതി. അതിൽ നോട്ട് ഇഞ്ചുറിയസ് സീരിയസ് എന്നുള്ള കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അതായത് അബോധാവസ്ഥയിൽ നിൽക്കുന്ന പോലത്തെ അവസ്ഥയിലും ഇത്രയും ക്രൂരമായി ബൂട്ടിട്ട് ചവിട്ടി ലാത്തിയായിട്ട് ഇതേക്ക് സ്വകാര്യ ഭാഗത്ത് ഉൾപ്പെടെ മർദ്ദനം ഏൽപ്പിച്ചിട്ടും അവർ പറയുന്നത് സീരിയസ് അല്ലാതെ അവിടുന്ന് എഴുതി വാങ്ങി. ആ സമയത്താണ് കയ്യിലെ നീഡിൽ ഊരിയെടുക്കുന്നത്. കാരണം ഇനി മജിസ്ട്രേറ്റിൻ്റെ അടുത്താണ് കൊണ്ടുപോകേണ്ടത്. നമുക്കറിയാം, പണ്ടൊക്കെ മജിസ്ട്രേറ്റ് രാത്രി വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ജനവാതിലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കൈ ഇട്ടിട്ട് റിമാൻഡ് എന്നാണ്. അത് ഏത് കാലത്തും മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുക എന്ന് പറഞ്ഞാൽ ഒരു 99% കേസിലും അങ്ങനെയാണ് വരിക, റിമാൻഡ് എന്ന് മാത്രമേ വരൂ. ഈ മജിസ്ട്രേറ്റ് 12:35 ഇരുന്നിട്ട് ഏകദേശം 1.5 മണിക്കൂർ ഞങ്ങളുടെ ശാരീരിക അവസ്ഥ കണ്ടിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതി. 1.5 മണിക്കൂർ 3 പേരുടെയും സെപ്പറേറ്റ് എഴുതി. ആ സമയത്ത് തന്നെ ഏകദേശം പോലീസിന്റെ കിളിയെല്ലാം പറഞ്ഞു. വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ അദ്ദേഹത്തിന് APP ഇല്ലാത്തത് കൊണ്ട് ജാമ്യം തരാനുള്ള ഓപ്ഷൻ ഇല്ല. അതായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ വൂണ്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ വേണ്ടി പോലീസിനോട് പറഞ്ഞു. പിറ്റേ ദിവസം വെച്ചാൽ ഏകദേശം 12:35 ഇനി 10 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ വൂണ്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ രാത്രി സ്റ്റേഷനിലേക്ക് ഇല്ല, റിമാൻഡ് ചെയ്തു. നേരെ ചാവക്കാട് സബ് ജയിലിലിട്ട് കൊണ്ടുപോയി. പിറ്റേ ദിവസം ഏകദേശം 11 മണിയോടുകൂടി വൂണ്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. 2 മണി 3 മണിയോടുകൂടി ജാമ്യം കിട്ടി. നേരെ അവിടുന്ന് പുറത്തേക്ക് നടക്കുന്നത് റോയൽ ഹോസ്പിറ്റലിലേക്കാണ്. ഏകദേശം 9 ദിവസം അവിടെ കുന്നംകുളത്തുള്ള റോയൽ ഹോസ്പിറ്റലായിരുന്നു. എക്സ്റേ എടുത്തപ്പോഴും ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടു. ഒരു 5 അടി അല്ലെ 10 അടിയിൽ അധികം നടക്കാൻ പറ്റില്ല. നടക്കുന്ന സമയത്ത് തലകറങ്ങി വീഴും. ഇതായിരുന്നു അവസ്ഥ. ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല, എല്ലാം ഛർദ്ദിക്കും. കാറ്റടിക്കുന്ന ഒരു ചെറിയ കാറ്റ് പോലും, ഫാൻ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. അതും ഏറ്റവും മിനിമം സ്പീഡ് പോലും പറ്റില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഈ വയറിനേറ്റ മർദ്ദനം അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇയർ ബാലൻസ് അടക്കം എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ മാത്രമല്ല, കൂടെയുള്ള സജിത്ത് എന്ന് പറഞ്ഞ ആളുടെയും നഷ്ടപ്പെട്ടു. പിന്നെ നേരെ ഏകദേശം 9 ദിവസം അവിടെ കിടന്നു. പിന്നെ തൃശ്ശൂർ അശ്വിനിയിലോട്ട് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് അശ്വിനി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. പിന്നെ അവിടെ തീർച്ചയായും നമ്മൾ ഇത് പറഞ്ഞ സമയത്ത് ഒരു കാര്യം വിട്ടുപോയി. അന്ന് ആ ഗുരുവായൂർ സ്റ്റേഷന്റെ ചുമതലയിലുണ്ടായിരുന്ന പോലീസുകാരുടെ പേര് അതിൻ്റെ അകത്ത് SI ഒരു ശശിധരൻ അല്ലേ? അതെ, SI ശശിധരന്, CI കെ സുദർശൻ. അദ്ദേഹം ഇപ്പൊ നിലവില് പിന്നീട് DYSP ഒക്കെ ആയി. കോഴിക്കോട് DYSP. പിന്നെ മറ്റേ വിവാദ ഫോൺ ചോർത്തൽ കേസിന്റെ അകത്തൊക്കെ അതിനെ ക്ലീൻ ചിറ്റ് കൊടുത്തു. പിന്നെ CPO റിനിൽ AJയും ലിജോ CGയും അല്ലെ? ഈ 4 പേർക്കെതിരെ പിന്നീട് പരാതി കൊടുത്തു. നമ്മൾ ആ സമയത്ത് തന്നെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി സെല്ലിൽ പരാതി കൊടുത്തു. പ്രൈവറ്റ് പെറ്റീഷനായിട്ട് മുന്നോട്ട് പോയി. അപ്പൊ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി സെല്ല് നമുക്കറിയാലോ, സ്വാഭാവികമായിട്ടും. അപ്പൊ അവര് നമ്മളോട് പോലീസ് അതോറിറ്റി സെല്ല് പിന്നീട് പറയുന്നത്, നിങ്ങൾ പ്രൈവറ്റ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് മജിസ്ട്രേറ്റ് എടുത്തിട്ടുണ്ടല്ലോ, കേസ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ കെ സുദർശനൻ നിങ്ങൾ എന്താണ് ചെയ്തത്? കെ സുദർശനൻ എന്നെ ആ സമയത്ത് ചെയ്യുന്നില്ല. പക്ഷെ സ്റ്റേഷനിൽ തിരിച്ചു വരുന്ന സമയത്ത് തിരിച്ചെന്നെ കൊണ്ടുവന്നല്ലോ. ഈ സമയത്ത് ഇദ്ദേഹം നമുക്ക് പോലും മനസ്സിലാവാത്ത തെറിയാണ് വിളിക്കുന്നത്. രണ്ടാമത്തത് ഈ നമ്മളെ ഹോസ്പിറ്റലിന് തിരികെ കൊണ്ടുവന്നല്ലോ. ഹോസ്പിറ്റലിൽ തിരികെ കൊണ്ടുവന്നിട്ടും ഇയാള് നമ്മുടെ ആ ഇരുത്തിയ സ്ഥലം ഉണ്ടല്ലോ, അവിടെ നമ്മുടെ നിലത്ത് കൈവച്ച് ഇരിക്കുവാണ്. ഇദ്ദേഹം പോകുന്ന സമയത്ത് ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടുക. അതായത് നമ്മൾ സ്വാഭാവികമായിട്ട് തറയിൽ ഇരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? കൈ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയും ക്ഷീണിതനാണ്, നിലത്തിരിക്കുന്നു. അപ്പൊ ഈ സമയത്താണ് ഇയാള് നടന്നു പോകുന്ന സമയത്ത് ഇയാള് ബൂട്ടിട്ട് ചവിട്ടുവാണ്. അപ്പൊ ആദ്യത്തെ തവണ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇത്രയും മൂലക്ക് ഇരുന്നിട്ട് പോലും ഇന്നിപ്പം DCP അല്ലേ ഇപ്പം ക്രൈംബ്രാഞ്ചില്
SP ആയിട്ടെന്ന് തോന്നുന്നു. ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള ഇപ്പോൾ ഉള്ള K സുദർശൻ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാലില് ഷൂസ് ഇട്ട് അതെ, ചവിട്ടി ചവിട്ടുക. ഈ CI ശശിധരൻ എന്താ ചെയ്തത്? SI അല്ല, ശശിധരൻ. SI ശശിധരനാണ് എന്നെ ഈ പോലീസ് ജീപ്പിൽ ഏറ്റവും ആദ്യം അടിക്കുന്നത്. എന്റെ കൂടെയുള്ള ആൾക്കാരെ അടിച്ചത് CI ആണ്. ശശിധരനാണ് ഏറ്റവും ക്രൂരമായി ഏറ്റവും ക്രൂരമായിട്ട് മർദ്ദിച്ചത് ഇതിനകത്ത് CI ശശിധരൻ. എന്നെ മർദ്ദിച്ചത് CI ശശിധരനും കൂടെയുള്ള പോലീസുകാരും. അതെ, ലിജോ CJ. അതെ, ബാക്കിയുള്ളവരെ മർദ്ദിച്ചത് CI ബാക്കിയുള്ളവരുമാണ്. കാരണം ഞാൻ രണ്ട് സ്ഥലത്താണല്ലോ, ഒന്ന് സ്റ്റേഷനിലും ഒന്ന് പുറത്തുമാണ്. അവിടുന്ന് എത്ര ദിവസം എടുത്തു ഇതൊന്ന് റിക്കവർ ആകാൻ വേണ്ടി? ഏകദേശം 19 ദിവസം ഇതേ അവസ്ഥയായിരുന്നു.